ഇതാണ് എൻ്റെ ആക്ച്വൽ അൺട്രാംസ്. ഞാനതിൽ കുറച്ചൊരു ജസ്റ്റ് ഒരു ടൈനി ഹെയർസ് ഉണ്ട്. ബിക്കോസ് ആസ് യു ക്യാൻ സീ ലൈക്ക് ഞാനത് സ്മൂത്തനിങ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ദിസ് ഇസ് റിയൽ. ആൻഡ് ആസ് യു ക്യാൻ സീ എനിക്കിവിടെ കുറച്ചൊരു ഷെയ്ഡല്ല ഒരു ലൈൻസ് പോലെയുണ്ട്. എൻ്റെ സ്കിന്ന് ആക്ച്വലി അത്യാവശ്യം ത്തിലധികം ഇലാസ്റ്റിസിറ്റി കൂടുതലുള്ളൊരു സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ഫ്രം മൈ സ്കൂൾ ടൈമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് വന്നത്. ഞാൻ ഇതിൽ സൂപ്പർ കോൺഫിഡൻ്റ് ആണ്. ബട്ട് എന്നിട്ട് ഇത് എന്താണ് ആക്ച്വലി വന്നത് എന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു യെസ് ഓഫ് കോഴ്സ് ഇത് ഇലാസ്റ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇതിൽ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദ ലേസർ ഓർ അതർവൈസ് റെറ്റിനോൾ യൂസ് ചെയ്തിട്ട് ഗ്രാജുവലി ഇത് പൊക്കോളും. ഞാൻ അൺട്രാംസ് കാണിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി എല്ലാ ആൾക്കാരും പറയാറുണ്ട് ഇന്ത്യൻ സ്കിൻ ടോണിൻ്റെ അൺട്രാംസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഷെയ്ഡി ആയിരിക്കും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, സെലിബ്രിറ്റീസൊക്കെ അങ്ങനെ ഇങ്ങനെ ചെയ്തത് കൊണ്ടിട്ടാണ് അവരുടെ അങ്ങനെ ഇരിക്കുന്നത്. നോ, സിമ്പിൾ തിങ് എന്ന് പറയുന്നത് നിങ്ങളെ എങ്ങനെ ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണലി ടേക്ക് കെയർ ചെയ്യുന്നത് എന്നുള്ളതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ്, നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല, നിങ്ങളുടെ ബ്ലഡ് പ്യൂരിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് അത് കാണിക്കും. എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പൾസറി ആണ്. നമ്മൾ യൂഷ്വലി ശരിക്കും വേർക്കുന്ന സ്ഥലമല്ല, അങ്ങനെ അല്ലെങ്കിൽ വേർക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ അത് ഫ്രിക്ഷൻ കൂടുതലാണ്. വളരെ നേർത്ത സ്കിന്നുകളാണ്. വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് പ്രോപ്പർലി. നല്ലതുപോലെ മോയ്സ്ചറൈസിങ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ മടിയാണോ ഓക്കെ, പക്ഷേ ആ ഒരു പോർഷൻ മാത്രം നന്നായിട്ടൊന്ന് വൈപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഡിയോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ഒരു മോയ്സ്ചർ ക്രീം യൂസ് ചെയ്തിട്ട് ലീവ് ചെയ്യുക. ദാറ്റ്സ് നമ്മുടെ സ്കിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ സ്കിൻ ടോണിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി ഡിയോസ് ഉണ്ട്. യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, സോ അല്ലാണ്ട് ഇന്ത്യൻ സ്കിൻ ആയതുകൊണ്ടിട്ട് നമുക്കൊരിക്കലും വെളുപ്പിക്കാൻ പറ്റില്ല. ഞാൻ വെളുപ്പിക്കാൻ പറ്റും എന്നല്ല പറയുന്നത്, നിങ്ങളുടെ സ്കിൻ ടോൺ പ്രോപ്പർലി ഈവൻ ടോൺ ആക്കാൻ പറ്റും.